കുറച്ച് ബൂത്തുകൾ സന്ദർശിച്ചു. മുണ്ടക്കയിലെ സ്പെഷ്യൽ ബൂത്തിൽ പോയിരുന്നു. ചൂരൽമല പ്രദേശത്തെ ബൂത്തുകൾ സന്ദർശിച്ചു. പോളിംഗ് ശതമാനം സാധാരണഗതി അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ്. 20%, 22% പോളിംഗ് ഇപ്പോൾ ഇതുവരെ ആയിട്ടുള്ളത്. അത് പൊതുവേ ഒരു ജനവികാരം നമ്മൾ കണക്കിലെടുക്കുന്ന സമയത്ത് ഒരു ദുരന്തം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ജനങ്ങളൊരു ഇലക്ഷനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിരുന്നാലും 20% കടക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ബിജെപിയുടെ ഒരു ആത്മവിശ്വാസം, എൻഡിഎ ആത്മവിശ്വാസം പോളിംഗ് കുറയുന്നത് ശരിക്കും ആളുകൾ എന്താ പറയുക, ഒരു വർഷം കഴിഞ്ഞ ഒരു ബൈ ഇലക്ഷൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ ഒന്ന് കുറച്ച് കാണുന്നുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് എൻഡിഎ പ്രതികൂലമായിട്ട് ബാധിക്കുന്നില്ല. എല്ലാ പാർട്ടികളെയും ഒരുപോലെ തന്നെയായിരിക്കും അത് ബാധിക്കുന്നത്. രാഹുൽ ഗാന്ധിയേക്കാളും ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കുന്നതാണ് പ്രിയങ്ക പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം ലഭിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അല്ല, ആരാണെങ്കിലും വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ പോളിംഗ് കുറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല. പൊതുവെയുള്ള ജനവികാരം നമ്മളിപ്പോൾ എടുക്കുമ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇലക്ഷനാണ്. ഇവിടെ 2 കാൻഡിഡേറ്റ്സേ പിക്ചറിലുള്ളൂ. മൂന്നാമത്തെ ഒരു കാൻഡിഡേറ്റ് സത്യൻ മൊഗേരി എന്ന് പറയുന്നതും ഒരു പിക്ചറിലില്ലാത്തൊരു സാഹചര്യം. അവരുടെ പ്രവർത്തനമൊക്കെ നാളിതുവരെയുള്ളത് നോക്കുന്ന സമയത്ത് വളരെ മന്ദഗതിയിൽ തന്നെയായിരുന്നു പ്രവർത്തനം. അതുകൊണ്ട് വോട്ടുകളൊക്കെ കഴിഞ്ഞ തവണത്തിനേക്കാൾ വളരെയേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും.